പൊതുവെ കേരളത്തിൽ ഹിന്ദുക്കൾക്ക് വലിയ പരിഗണനയൊന്നും രാഷ്ട്രീയമായി ലഭിച്ചിരുന്നില്ല. കഴിഞ്ഞ കാലങ്ങളിലെ ചരിത്രം പരിശോധിച്ചാൽ നമുക്കതറിയാം. പക്ഷേ ഈ അടുത്ത കാലത്ത് അതിനൊരു മാറ്റം വന്നിരിക്കുന്നു. ഹിന്ദുക്കളുടെ വോട്ടിന് വിലയുണ്ട് എന്ന് രാഷ്ട്രീയ പാർട്ടികൾ പൊതുവെ മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമല്ലേ ശരിക്കും ഈ അയ്യപ്പ സംഗമം? പക്ഷേ അവിടെയും ചില വെല്ലുവിളികൾ ഉയർന്നിട്ടുണ്ട്. നമ്മുടെ ആ പൂക്കളം ക്ഷേത്രത്തിലെ, പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ പൂക്കളം പോലീസ് തന്നെ മുൻകൈയെടുത്ത് നശിപ്പിച്ചത് നമ്മൾ കണ്ടു. എന്താണ് ഈ ഇന്നത്തെ കേരളത്തിലെ ഹിന്ദുവിൻ്റെ പരിതസ്ഥിതി അങ്ങയുടെ നോട്ടത്തിൽ? അങ്ങയുടെ ആദ്യത്തെ പ്രസ്താവനയിൽ ചെറിയൊരു ഭേദഗതി വേണമോ എന്നൊരു തോന്നൽ എനിക്കുണ്ട്. കേരളീയ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ, ഭരണകൂട രാഷ്ട്രീയം പരിശോധിച്ചാൽ ഹിന്ദുക്കൾക്ക് മേൽക്കൈ ഇല്ലാത്തൊരു കാലഘട്ടം ഇല്ലായിരുന്നു. അത് ശരി, എല്ലാ കാലത്തും മേൽക്കൈയുണ്ട്. പക്ഷേ സാർവത്രികമായിട്ട് സമൂഹത്തിൻ്റെ എല്ലാ വിഭാഗങ്ങളിലും എല്ലാ തലങ്ങളിലും പെട്ട ഹിന്ദു വിഭാഗങ്ങൾക്ക് മേൽക്കൈയോ ശബ്ദമോ എന്തെങ്കിലും പങ്കാളിത്തമോ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതില്ല എന്നുള്ളതാണ് സംശയം. സർവതല സ്പർശിയായ ഹിന്ദുവിന്റെ സർവതല സ്പർശിയായ അവസ്ഥയില്ല. അതെ അതെ, ഇപ്പോഴും തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം അങ്ങനെയാണ്. ഇപ്പോഴും പഴയ ആളുകളാണ് റോളെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു സാമാജിക ഹിന്ദുവിൻ്റെ മുഖം എന്നുള്ള രീതിയിൽ ആരും ഉയർന്നു വന്ന് ശബ്ദിക്കുന്നത് ഇപ്പോഴും നമ്മൾ കാണുന്നില്ല. അതൊരു പ്രശ്നമാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞു, ചില സെക്ടേറിയൻസ് അല്ലെങ്കിൽ ചില പ്രത്യേക കള്ളികളിൽ ഒതുക്കപ്പെടുന്നു. അതെ, പണ്ട് കാലത്ത് നമ്മൾ പറയായിരുന്നു, ഈ പ്രധാനമായിട്ട് UDF കുറിച്ച് പറയുമ്പോഴാണ് പറയാറ്, UDF സർക്കാർ മഹാവിഷ്ണുവിനെ പോലെ ചതുർബാഹുവാണ് എന്ന് പറയും. എന്താണ്? ഒരു കൈ ക്രിസ്ത്യാനി, മറ്റേ കൈ മുസ്ലിം, താഴെ NSS പ്രതിനിധാനം ചെയ്യുന്ന ഒരു സംവിധാനം, മറ്റേ സ്ഥലത്ത് കുറച്ച് ദുർബലമാണ് എങ്കിൽ പോലും SNDP പ്രതിനിധാനം ചെയ്യുന്ന ഒരു വിഭാഗം. SNDPയുടെ പ്രധാനപ്പെട്ട വലിയൊരു വിഭാഗം മാർക്സിസ്റ്റ് പാർട്ടിയോട് ചേർന്ന് നിൽക്കുന്നതാണ്. എങ്കിലും ചെറിയൊരു വിഭാഗം അതിൻ്റെ അകത്ത് തന്നെ ഈ 4 കൈകളും തമ്മിൽ പരസ്പരം മത്സരമുണ്ട്. ഒന്ന് മറ്റൊന്നിനെ ശിഥിലീകരിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കും. പ്രത്യേകിച്ച് SNDPക്ക് ഉള്ള റോള് പഴയ SRPയുടെ ഒക്കെ കാര്യം അറിയാമല്ലോ. അതുപോലെ തന്നെ NDP എന്ന് പറയുന്നൊരു പാർട്ടി ഉണ്ടായിരുന്നു. NSS അത് എങ്ങനെയാണ് തൊലച്ച് കളഞ്ഞത് എന്നൊക്കെ അറിയാമല്ലോ. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, പടലവിണക്കങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഉണ്ട്. പക്ഷെ ഈ 2 പ്രബല സമുദായങ്ങൾ ഒഴികെ മറ്റാർക്കും പ്രത്യേകിച്ച് പറയത്തക്ക രീതിയിൽ ഭരണപരമായിട്ടുള്ള പങ്കാളിത്തം പ്രാധാന്യമോ വരാറില്ല. വ്യക്തിപരമായിട്ട് ചില ആളുകൾക്കുണ്ട്. അത് പക്ഷെ സമൂഹത്തിന് നൽകുന്ന ഒരു പങ്കാളിത്തമായിട്ട് ചിത്രീകരിക്കേണ്ടത്. ചില വ്യക്തികൾ അതിപ്രഭാവന്മാരായിട്ട് ചില സമുദായങ്ങളിലുള്ളവർക്ക് പലപ്പോഴും കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതിനെ ആ ചെയ്യുന്നത് കൊണ്ടല്ല കിട്ടിയിട്ടുള്ളത്. ആ സമുദായത്തിൽ പെട്ടതുകൊണ്ട് കിട്ടിയെന്ന് ഒരിക്കലും പറയാവുന്ന മട്ടിലില്ല. അങ്ങനെ ഒരു ഭേദഗതി വേണമെന്നുണ്ട്. ഇപ്പോഴ് LDF സർക്കാർ അയ്യപ്പ സംഗമത്തിലേക്ക് ക്ഷണിക്കുന്നതും അയ്യപ്പ സംഗമത്തിന് പ്രാധാന്യം കൊടുത്ത് വിളിക്കുന്നത് ആരെയാണ്? ഹിന്ദു സമൂഹത്തിലെ ഈ 2 വിഭാഗങ്ങൾ മാത്രമാണ്. ബാക്കി ബഹുഭൂരിപക്ഷം വരുന്ന സംഘടനകൾ നിങ്ങളൊക്കെ വരണ്ടാതൊരിക്കലും പറയത്തില്ല. അവരുടെ വോട്ടും ആവശ്യമാണ്. പക്ഷേ അപ്പോൾ ആരെയാണ് പ്രാധാന്യം കൊടുത്തിട്ട് വിളിക്കുന്നത്? ഇത് വളരെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഇനി അതവിടെ ഇരിക്കട്ടെ. ഇനി അയ്യപ്പ സംഗമത്തിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ, അയ്യപ്പ സംഗമം നടത്തുന്ന വിഷയത്തിൽ ആരായിരുന്നു അയ്യപ്പ സംഗമം നടത്തുന്നത്, ആരാണ് അയ്യപ്പ സംഗമം നടത്തുന്നത് എന്ന കാര്യം ഒരു എവിടെയും തൊടാതെ ഞങ്ങളാണെന്ന് പറയുന്നതല്ലാതെ വ്യക്തതപ്പെടുത്തിയത് കുറച്ചും കൂടെ കഴിഞ്ഞതിന് ശേഷം ഇപ്പോഴും ദേവസ്വം ബോർഡ് അതിൻ്റെ ഒരു പിതൃത്വം ഏറ്റെടുത്ത മട്ടിലേക്ക് വന്നിട്ടുണ്ട്. അത് ഹൈക്കോടതി ഇടപെട്ടത് കൊണ്ടാണ്. അതെ അല്ല, ഞാൻ അതാ പറഞ്ഞത്, ഒരു പിതൃത്വം ഏറ്റെടുത്ത മട്ടിലേക്ക് വന്നിട്ടുണ്ട്. എങ്കിൽ പോലും ദേവസ്വം ബോർഡ് ഇത്തരത്തിൽ എല്ലാ അയ്യപ്പ ഭക്തന്മാരെയും ഉൾക്കൊണ്ട് അവർക്ക് ചെയ്യാവുന്ന കാര്യം തന്നെയാണ്. ചെയ്യുന്നതുകൊണ്ട് യാതൊരു തെറ്റും ഞാൻ കാണുന്നില്ല. അയ്യപ്പ സംഗമം നടത്തട്ടെ. പക്ഷേ ദേവസ്വം ബോർഡ് ഇതപര്യന്തം ശബരിമല വിഷയത്തിൽ ചെയ്തു പോന്നിട്ടുള്ള അയ്യപ്പ ഭക്തവിരുദ്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും തള്ളിപ്പറഞ്ഞുകൊണ്ടും ക്ഷമാപണം പറഞ്ഞുകൊണ്ടും പരസ്യമായിട്ട് ക്ഷമാപണം പറഞ്ഞുകൊണ്ടും
ചെയ്യേണ്ട ഒരു കാര്യമാണ് അയ്യപ്പ സംഗമം. അയ്യപ്പ സംഗമം നടത്തണം, പരസ്യമായിട്ട് ക്ഷമാപണം ചെയ്യാനുള്ള മാന്യത കാണിക്കണം. ആ മാന്യത ദേവസ്വം ബോർഡ് കാണിക്കണം. അതായത് പ്രായശ്ചിത്തം ചെയ്തുകൊണ്ടേ അയ്യപ്പ സംഗമം. തീർച്ചയായിട്ടും. അല്ലാതെ ഈ കാണിക്കുന്നതെല്ലാം തന്നെ രാഷ്ട്രീയമായിട്ടുള്ള ലാഭനഷ്ട കണക്കുകളുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്ന ചില അജണ്ടകളാണ്. അങ്ങനെയാണെങ്കിൽ അത് കടുത്ത ഹിന്ദു വഞ്ചനയല്ലേ? ഹിന്ദു വഞ്ചനയാണ് എന്ന് മാത്രമല്ല, മുൻകാലങ്ങളിലും ആണ്, തീർച്ചയായിട്ടുമാണ്. പലപ്പോഴും ചെയ്തിട്ടുണ്ടല്ലോ, മുൻകാലങ്ങളിലും ചെയ്തിട്ടുണ്ടല്ലോ. ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം ശബരിമല തീവയ്പ് മുതൽ തുടങ്ങിയതാണ്. റിപ്പോർട്ട് നിയമസഭയിൽ വെക്കാമെന്ന് പറഞ്ഞു, റിപ്പോർട്ട് വെക്കാമെന്ന് പറഞ്ഞിട്ട് വന്ന സർക്കാരാണ് EMSന്റെ സർക്കാർ, ഒന്നാം കമ്മ്യൂണിസ്റ്റ്. അതെ വന്ന് അവർ വെച്ചിട്ടില്ലല്ലോ. ഈ നിമിഷം വരെയും ആർക്കും വെക്കാനുള്ള ധൈര്യവും ഇല്ലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, സത്യത്തിൽ അവിടം തൊട്ട് തുടങ്ങണ്ടേ? അയ്യപ്പ സംഗമം നടത്തുന്നതിന് മുമ്പ് ആദ്യം ചെയ്യേണ്ടത് ആ റിപ്പോർട്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ഇതപര്യന്തം സർക്കാരിന്റെ വിഷയം ഇവിടെ വെക്കട്ടെ. ഇപ്പൊ ദേവസ്വം ബോർഡാണല്ലോ. ദേവസ്വം ബോർഡ് എന്തുകൊണ്ട് ആവശ്യപ്പെടുന്നില്ല? മനസ്സിലായില്ലേ? ദേവസ്വം ബോർഡ് അയ്യപ്പ വിരുദ്ധമായിട്ട്, അയ്യപ്പ ഭക്ത വിരുദ്ധമായിട്ട്, ശബരിമല വിരുദ്ധമായിട്ട് ദേവസ്വം ബോർഡും ദേവസ്വം ബോർഡിന്റെ മെമ്പർമാരും പ്രസിഡന്റുമാരും ഒക്കെ നിരവധി കാര്യങ്ങൾ പറഞ്ഞ നിയമ സംവിധാനങ്ങളിൽ ചെയ്തിട്ടുണ്ട്. നിയമ സംവിധാനങ്ങൾക്ക് വെളിയിൽ പൊതുസമൂഹത്തിലും അവരെ ഇടപെട്ടിട്ട് ചെയ്തിട്ടുണ്ട്. കോടതികൾ കൊടുത്തിരിക്കുന്ന കള്ള അഫിഡവിറ്റുകളുണ്ട്. ഇതിനെല്ലാം നിരവധിയുണ്ട്. ശബരിമല എത്ര ദേവപ്രശ്നം വെച്ചിട്ടുണ്ടെന്ന് അറിയോ? ഏതെങ്കിലും ദേവപ്രശ്നത്തിന്റെ ചാർത്ത് പൂർണ്ണമായിട്ട് നടപ്പിലാക്കിയെന്ന് ഏതെങ്കിലും ദേവസ്വം ബോർഡിന്റെ ഉത്തരവാദപ്പെട്ട ആൾക്കാർ പറയുകയാണ് എങ്കിൽ ഞാൻ പറയുന്ന പണം കൊടുക്കാം. ഇന്ന് വരെ ഒരു പ്രതിബദ്ധതയില്ല. ഇതൊക്കെ ആളുകളെ വിശ്വസിപ്പിക്കാനുള്ള അയ്യപ്പനോട് കാണിക്കുന്നത്, അയ്യപ്പ ഭക്തനോട് അല്ല, അയ്യപ്പനോട് കാണിക്കുന്നത് കടുത്ത അനീതിയാണ്. ഇവര് ഇപ്പോഴും ഒരു അയ്യപ്പ സംഗമം നടത്തിയാൽ, ഞാൻ അന്ന് പറഞ്ഞല്ലോ, ഞാൻ കുറിച്ചിട്ടുണ്ടോണ്ട്. ഇപ്പൊ ഇടയ്ക്കൊരു കാര്യം, ഇപ്പൊ അയ്യപ്പ സംഗമം മാത്രമല്ല, എനിക്ക് ഏറ്റവും വലിയ വൈരുദ്ധ്യമായിട്ട് തോന്നിയത് അതാണ്. ഞങ്ങൾ തത്വമസിയെ പ്രചരിപ്പിക്കാൻ പോകുന്നു എന്നാണ് പറയുന്നത്. ഈ തത്വമസിയെ എന്നേ ആദിശങ്കരൻ പ്രചരിപ്പിച്ചു കഴിഞ്ഞത് പിന്നെ മഹാവാക്യങ്ങളിലൊന്നാണ്. എത്രയോ നൂറ്റാണ്ടുകൾക്ക് സഹസ്രാബ്ദങ്ങൾക്ക് മുൻപുള്ള ഒരു പദമാണ്. അത് ഇവരിപ്പോ പ്രചരിപ്പിച്ചാലും ഇല്ലെങ്കിലും അതിന്റെ പ്രാധാന്യത്തോടുകൂടി ഇവിടെ നിലനിൽക്കും. ഇവർ പ്രചരിപ്പിച്ചത് കൊണ്ടല്ല ഇത്തരത്തിലൊരു കാര്യങ്ങൾ ഇവിടെ നിൽക്കുന്നത്. ഇവരെല്ലാവരും എതിർത്ത കാലഘട്ടത്തിലും ഇത് അതിജീവിച്ച് ഇവിടെ നിലനിന്നിട്ടുണ്ട്. അതൊക്കെ ഒരു ഗിമ്മിക്കുകളാണ്. ഞാൻ അതല്ല പറഞ്ഞത്. അയ്യപ്പ സംഗമം എന്നുള്ള ഒരു വിഷയത്തിലേക്ക് ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ ഇവരുടെ ഉദ്ദേശശുദ്ധി നല്ലതാണ് എന്ന് ബോധ്യപ്പെടാൻ റീസെൻ്റായിട്ട് ചെയ്ത കാര്യങ്ങൾ വരും തള്ളിപ്പറയണം. ഏറ്റവും ചുരുങ്ങിയത് ശബരിമലയിലെ യുവതീ പ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ട് സമൂഹത്തിൽ ഇവർ പ്രചരിപ്പിച്ചിട്ടുള്ള വ്യാജത്തിൻ്റെ പേരിലെങ്കിലും ഇവർ ഖേദപ്രകടനം, മാപ്പും പറയണം, ഒന്ന് ഖേദപ്രകടനം സംഭവിച്ചു പോയ ഞങ്ങളുടെ ഭാഗത്തു നിന്നും ഉള്ള വീഴ്ച, അവധാനക്കുറവ് കൊണ്ടും തെറ്റുകൊണ്ടും പർപ്പസ്ലി ഒക്കെ ചെയ്തിട്ടുള്ള ഈ കാര്യങ്ങൾ പൊതുസമൂഹം പൊറുക്കേണ്ടതുണ്ട് എന്ന് എന്താ പറയാൻ വേണ്ടി പറ്റാത്തത്? അത് പറയില്ല. അത് പറയാതെ നടത്തുന്ന അയ്യപ്പ സംഗമം ഞാനൊന്ന് പറഞ്ഞല്ലോ. ഇപ്പോ കോഴി സംരക്ഷണ കാരുണ്യ സമ്മേളനം കുറുക്കന്മാരുടെ ഒരു കൂട്ടം നടത്തുന്ന മട്ടിലാണ് കോഴി സംരക്ഷണ കാരുണ്യ സമ്മേളനം കുറുക്കന്മാരുടെ ഒരു കൂട്ടം നടത്തുന്ന മട്ടിലാണ് ഇവർ അയ്യപ്പ സംഗമം നടത്തുന്നത്. പിന്നെ ഇതിനൊരു ജനകീയ മുഖമുണ്ട്, ജനകീയ സ്വഭാവമുണ്ട്, രാഷ്ട്രീയാതീതമാണ്, സാമൂഹിക അതീതമാണ്, ജാത്യതീതമാണ് എന്നൊക്കെ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ചില എണ്ണം പറഞ്ഞ ആളുകളെ അതിലേക്ക് ക്ഷണിക്കും. സ്വാമിജി, അതുപോലെ ഒരു സംശയം കൂടിയാണ്. ഇപ്പോൾ തമിഴ്നാട്ടിൽ ഒരു വലിയ മുരുക ഭക്ത സംഗമം വലിയ വിജയമായിരുന്നു. ലക്ഷക്കണക്കിനല്ല കോടിക്കണക്കിന് ഭക്തർ അവിടെ വന്നു ചേർന്നു. അത് കണ്ട് ഭയന്ന തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ, നിരീശ്വരവാദിയാണ്, സനാതനധർമ്മത്തെ തള്ളിപ്പറയുകയും അവഹേളിക്കുകയും ചെയ്യുന്ന ആളാണ്. അദ്ദേഹം മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ മകനും. അവരിപ്പോൾ അവിടെ ഒരു വലിയ മുരുക പ്രതിമ സ്ഥാപിക്കാൻ പോവുകയാണ്. ഈ കേരളത്തിൽ ഇത് അയ്യപ്പ സംഗമം നടത്താൻ പോകും. ഇതെല്ലാം കൂട്ടി വായിക്കണം. ഇതിനകത്ത് എന്തോ ഒരു ചതി ഒളിഞ്ഞിരിക്കും. എല്ലാത്തിലും ചതി മാത്രമേ ഉള്ളൂ. ഇതെല്ലാം രാഷ്ട്രീയത്തിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് മതത്തെ ദുരുപയോഗം ചെയ്യുന്നതാണ്. മതത്തെ കവിഞ്ഞ ഒന്നുമില്ല. രാഷ്ട്രീയ ആവശ്യത്തിനായിട്ട് മതത്തെ ദുരുപയോഗം ചെയ്യുന്നതാണ്. അയ്യപ്പ ഭക്തന്മാർക്ക് വേണ്ടിയിട്ട് അയ്യപ്പ ഭക്തന്മാരുടെ കൂട്ടായ്മകൾ ഉണ്ടാകുക എന്നുള്ളതാണ് ഇതിന്റെ പരിഹാരം. എത്രയെത്ര ശബരിമലയുടെ സംരക്ഷണത്തിനായിട്ട് ഇരകളായിട്ടുള്ള ആയിരക്കണക്കിന് ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവർക്ക് അവരുടെ അനുഭവങ്ങൾ വിളിച്ചു പറയാൻ വേണ്ടിയിട്ട് ഇപ്പോഴും പോലീസിന്റെ നരനായാട്ടിനെതിരെയുള്ള ശബ്ദങ്ങൾ നാനാഭാഗത്ത് ഉയർന്നു കേൾക്കുകയില്ല. ഒറ്റപ്പെട്ട കാര്യങ്ങളല്ലേ കേൾക്കുന്നത്. ശബരിമലയുടെ പേരിൽ അടി വാങ്ങിച്ച് എത്ര അമ്മമാര്, എത്ര അപ്പൂപ്പന്മാര്, എത്ര അമ്മാവന്മാര്, മരണപ്പെട്ട ആൾക്കാർ,
പിടിച്ചു കേസിൽ വലിച്ച് പ്രതിയായി. കേസിൽ പ്രതിയായിട്ട് നിരവധി ദുരിതങ്ങൾ അനുഭവിച്ച ആയിരങ്ങൾ ഈ നാട്ടിലുണ്ട്. അവർക്ക് ഉള്ള നീതി, ആ നീതിക്കായിട്ട് ശബ്ദിക്കാൻ വേണ്ടി പറ്റിയ ഏറ്റവും ഉചിതമായിട്ടുള്ള സമയമാണിത്. ശരിയായിട്ടുള്ള ഹിന്ദുത്വം പേറുന്ന സംഘടനകളുണ്ടെങ്കിൽ അവർ ഈ അവസരം, ഈ അയ്യപ്പ സംഗമത്തിൻ്റെ ഈ അവസരം ഇത് ചർച്ചയിലേക്ക് കൊണ്ടുവന്നത്, ചർച്ചയുടെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്നത് സർക്കാരും ദേവസ്വം ബോർഡുമാണ് എന്നിരിക്കെ ഈ അവസരം വിനിയോഗിച്ചുകൊണ്ട് ആ കാര്യം പറയണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും അങ്ങനെ സംഭവിക്കട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം അയ്യപ്പനോട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.